ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ബട്ടനും കൂടി അമർത്തിക്കൊള്ളൂ കേട്ടോ. ഓക്കെ, നമ്മുടെ ഷാനവാസ്, ആദില, നൂറ, സാബുമാൻ, അനുമോൾ ഇവരൊക്കെ ഇരുന്നത് സംസാരമാണ് കേട്ടോ. അപ്പോൾ ഷാനവാസ് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെയാണ് സാബുമാനെ ആ ടാസ്കിൽ നിന്ന് ഔട്ടായത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ അവസാനത്തെ ടാസ്കുകളിൽ ആര്യനും സാബുമാനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നീ എങ്ങനെ ഔട്ടായെന്ന് വെച്ചപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു കളി കളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് അറിയില്ല എന്ന് പറയാൻ വേണ്ടി കൈ ഇങ്ങനെ ഉയർത്തിയപ്പോൾ പോയതാണ്. അതിന് മുന്നേ അപ്പോൾ അനുമോള് പറയണം, അതിന് മുന്നേ ഞാൻ ബാഗ് മാറ്റാൻ വേണ്ടിയിട്ട്, ബാറ്ററിയുടെ ബാഗ് മാറ്റാൻ വേണ്ടിയിട്ട് ചെന്നപ്പോഴേക്കും ആര്യൻ അവിടെ നിന്ന് കൈ പൊക്കിയിരുന്നു പെട്ടെന്ന്. അപ്പോൾ ആര്യനെ ഔട്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഫേവറേറ്റിസം ബിഗ് ബോസ് കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറഞ്ഞിട്ട് സ്ക്രാച്ച് ആൻഡ് കാർഡിൽ ഉടായിപ്പോൾ അവൻ കാണിച്ചിട്ടും അവന് ഇത് കിട്ടിയില്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾ അങ്ങനെ ബിഗ് ബോസിനെ കുറ്റം പറയണ്ട. അനുവിനും കുറേ ഫേവറേറ്റിസം ബിഗ് ബോസ് കാണിച്ചിട്ടുണ്ട്. അനു ഇതുപോലെ അങ്ങോട്ട് ചെരിഞ്ഞു ഇങ്ങോട്ട് ചെരിഞ്ഞു ബാലൻസ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് പറയണ്ടായിരുന്നു അനു ഔട്ടാണെന്നൊക്കെ. അപ്പോഴും ബിഗ് ബോസ് കണ്ണടച്ചില്ലേ. അപ്പോൾ നിങ്ങൾക്കും ഫേവറേറ്റിസം ചെയ്തു തരുന്നൊക്കെ ഉണ്ട്, അവർക്ക് മാത്രമല്ല എന്നുണ്ട്. അപ്പോൾ നൂറ പറയുന്നുണ്ട്, ഈ കപ്പ് എടുത്തിട്ട് ബിഗ് ബോസ് വേണമെങ്കിൽ ആരിന് കൊടുക്കും, അതിന് വേണ്ടിയിട്ടാണ് ബിഗ് ബോസ് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നത്, നിങ്ങളെല്ലാവരും ശബ്ദമുയർത്തണം, സംഘടിക്കണം, തൊണ്ട പൊട്ടിയിട്ടല്ലേ ഞാൻ ഇന്ന് നെവിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞത്, നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ ഞാനും നെവിനും തല്ലുകൂടിയത്. അതായത് ഒരു കറി നെവിൻ ഉണ്ടാക്കണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസ് പറഞ്ഞു, കുറേ പയറും എല്ലാ സാധനങ്ങളും കൂടി ക്യാബേജും ക്യാരറ്റും ഒക്കെ ഇരിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഒരു കറി മാത്രം ഉണ്ടാക്കുന്നു, ഒരു മെഴുക്കുവരട്ടി കൂടി ഉണ്ടാക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സമയമില്ല, ടാസ്ക് വരികയാണ്, ഞങ്ങൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബെസ്റ്റ് അടിയായിരുന്നു ഷാനവാസും നെവിനും തമ്മിൽ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, നിങ്ങൾ എന്തുകൊണ്ട് അത് സംഘടിക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുന്നില്ല. ഞാൻ പൊട്ടിത്തെറിച്ചുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞിരുന്നതെന്ന് പറയുന്നുണ്ട്. പിന്നെ ഷാനവാസ് അവിടെ ചെന്ന് പറയുന്നുണ്ട്, മൈക്ക് ഒരു സ്ഥലത്ത് ചെന്നിട്ട്, ബിഗ് ബോസേ ഇന്ന് രാവിലത്തെ ഒരു ടാസ്കിൽ ഞാൻ എൻ്റെ മകനെ കാണണം, ഫസ്റ്റ് അവൻ്റെ മകനെയാണ് വിളിക്കുക എന്നാണ് പറഞ്ഞത്. ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ മകനെ ആദ്യം വിളിക്കും എന്നാണ് പറഞ്ഞത്. അതിലൊരു തിരുത്തലുണ്ട്, എൻ്റെ അനിയത്തിയെയാണ് ആദ്യം വിളിക്കുക ഞാൻ, കാരണം എൻ്റെ അനിയത്തിനൊക്കെ പോയി കാണണം. ഭാര്യനെയും മോളെയും ഞാൻ കണ്ടിരുന്നു, പിന്നെ മകനെ മാത്രമേ കാണാത്തുള്ളൂ. അപ്പോൾ മകനെ വിളിക്കണമെന്ന് രാവിലെ പറഞ്ഞിരുന്നു, പക്ഷേ അതൊരു തിരുത്തലുണ്ട്. ഒന്ന് സംപ്രേഷണം ചെയ്യണേ ബിഗ് ബോസേ, അതൊന്ന് അറിയിക്കണേ, അവരെ അറിയിക്കണേ, എൻ്റെ അനിയത്തിനൊക്കെ അത്ര ഇഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനിടയിൽ അതിന് മുന്നേ സംഭവമുണ്ട്, അനുമോള് ഷാനവാസിനെ ശരിക്കും പിരികേറ്റി കൊടുത്തിട്ടുണ്ട് രാവിലെ. അത് ഞാൻ ലൈവിൽ കണ്ടിരുന്നു രാവിലെ. നിങ്ങൾ എന്തുകൊണ്ട് നെവിനെതിരെ പ്രതികരിക്കുന്നില്ല? അപ്പം ഇന്നലെ കട്ടെടുത്തത് ആരാന്ന്? നെവിൻ തന്നെയാണ് കട്ടെടുത്തത്, വേറെ ആരാണ് ഇവിടെ കട്ടെടുക്കുക എന്നൊക്കെ ചോദിക്കുന്നില്ല. ഷാനവാസ് പറയേണ്ടത്, നിൻ്റെ ഊഹം വെച്ചിട്ട് എനിക്ക് പോയി തല്ലിടാനൊന്നും പറ്റില്ല, കണ്ടെങ്കിൽ ഞാൻ കണ്ട കാര്യം പറയാം, നെവിനല്ലാതെ പിന്നെ ആരെടുക്കുക, നിങ്ങൾക്ക് അവരെ പേടിയാണോ എന്നൊക്കെ ചോദിച്ച് ഇയാൾ ട്രിഗർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ ഇയാൾക്ക് ആ ദേഷ്യം മനസ്സിൽ കിടക്കുന്നുണ്ട്, നെവിൻ്റെ അടുത്ത് ഞാൻ തല്ലുകൂടിയില്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ പേടിയാണെന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇയാൾ കൂടുതലും നെവിനായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് തന്നെ.